നമുക്കിന്നൊരു ഡെസ്ക് ഡെക്കർ ഉണ്ടാക്കിയാലോ? ബ്രെഡിൻ്റെ ഷേപ്പുള്ള ഒരു ഡെസ്ക് ഡെക്കറാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ബ്രെഡിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടാമത് ഒരു ഇതുപോലത്തെ പീസ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്താലും മതി. ഈ വീഡിയോ കഴിയുമ്പോൾ അടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ. ഇപ്പം നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് നേരത്തെ രണ്ടായിട്ട് മടക്കിയാണ് വെച്ചത്. അതുകൊണ്ട് ഇത് വിടർത്തുമ്പോൾ നമുക്ക് ഇത്രയും വലുതായിട്ട് കിട്ടും. പിന്നെ അറ്റത്തുള്ള അതൊക്കെ മടക്കി വെച്ചാൽ മതി. ഇനിയാണ് ഗ്ലൂവിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കണം കേട്ടോ, അതിൻ്റെ അറ്റത്തൊക്കെ. ഈ ഒരു സ്റ്റേജ് കുറച്ച് റിസ്ക്കാണ്, പക്ഷെ പറ്റും. ഞാൻ ചെയ്തല്ലോ, അപ്പം നിങ്ങളെ കൊണ്ടും പറ്റുന്നേ. ഇപ്പം കണ്ട ഒരു സോപ്പ് പെട്ടി പോലെ തോന്നുമെങ്കിലും സാധാരണ അതല്ല, സിമ്പിളാണെന്നേ. 10 മിനിറ്റ് മാക്സിമം പോയാൽ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ മുകളിലത്തെ സൈഡും കൂടി ഗ്ലൂ തേച്ച് കൊടുക്കണം. ഇനി നമ്മൾ മറ്റേ പീസും കൂടി ഒട്ടിച്ചു കൊടുത്താൽ കാര്യം കഴിഞ്ഞു. ഇപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി സിമ്പിളാണ് പരിപാടി. ഇനി ഇതിനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയാൽ മാത്രം മതി. ഫസ്റ്റ് വിചാരിച്ച് പെയിൻ്റ് അടിക്കാമെന്ന്, പിന്നെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടോ. പെയിൻറ്റിനെക്കാട്ടും നല്ലത് ബ്രഷ് പെൻ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ പെയിൻറ്റ് ഇച്ചിരി പോരാ. ഇനി ഇതിന് 2 കണ്ണും വായം വരച്ചു കൊടുത്താൽ ആൾ സെറ്റായി. ഇപ്പം ചെറുതായിട്ട് ക്യൂട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് ബ്രെഡിനെ പോലെ തന്നെ ഉണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടി ബ്ലഷും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ടും ഒരു സുഖമില്ല. പിന്നെ എന്ത് വരക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. ബ്രെഡിന് മുടി എങ്ങനെയുണ്ട്? ഇപ്പം നേരത്തേനേക്കാട്ടും ക്യൂട്ടായിട്ടില്ലേ? ഇത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സൈഡാണോ അല്ലെങ്കിൽ ഈ സൈഡാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ബ്രെഡിനെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.